നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കൊല്ലം ആയൂരിൽ എസ്ഐയെ തെരുവ് നായ ആക്രമിച്ചു. ഗ്രേഡ് സി സജീവന് കടിയേറ്റത് പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ, കടിച്ചത് പേപ്പട്ടി എന്ന നിഗമനം. ആംബുലൻസ് സേവനം ലഭിച്ചില്ല. തിരുവനന്തപുരം വെള്ളറടയിൽ രോഗി മരിച്ചു. 1 മണിക്കൂർ കാത്തുനിന്നിട്ടും ആംബുലൻസ് എത്തിച്ചില്ലെന്ന് മരിച്ച ആൻസിയുടെ ബന്ധുക്കൾ. തിരുവനന്തപുരം പോത്തൻകോട് സഹോദരങ്ങളെ ലഹരി സംഘം ആക്രമിച്ചു. കഞ്ചാവ് വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന്റെ വൈരാഗ്യമെന്ന് പോലീസ്. കൊച്ചിയിൽ 5 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. മലപ്പുറത്ത് 1 കിലോ കഞ്ചാവുമായി അസം സ്വദേശി കസ്റ്റഡിയിൽ. കരക്കാരുടെ കുടിപ്പക തീർക്കാൻ ചേരിതിരിഞ്ഞേറ്റുമുട്ടി വിദ്യാർത്ഥികൾ. സംഘർഷം അമ്പലപ്പുഴ ക്ഷേത്രത്തിന് സമീപം. 12 കുട്ടികൾക്ക് പരിക്ക്. കാസർഗോഡ് പെരുമ്പള പാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. മൃതദേഹം കണ്ടെത്തിയത് രാവിലെ 10 മണിയോടെ. മരിച്ചത് ചെങ്കള സ്വദേശി. വാർത്തകൾ വിശദമായി. കൊട്ടാരക്കര അയൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ എസ്ഐക്ക് പരിക്കേറ്റു. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ സജീവനാണ് തെരുവ് നായയുടെ കടിയേറ്റത്. ആയൂർ MC റോഡിൽ ഹൈവേ പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിലാണ് തെരുവ് നായ ആക്രമിച്ചത്. ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. കടിച്ചത് പേ വിഷബാധയേറ്റ നായയാണെന്നാണ് നിഗമനം. തിരുവനന്തപുരത്ത് 108 ആംബുലൻസ് സേവനം കിട്ടാതെ രോഗി മരിച്ചതായി പരാതി. വെള്ളറട സ്വദേശി ആൻസിയാണ് മരിച്ചത്. ആംബുലൻസിനായി 1 മണിക്കൂർ കാത്തുനിന്നിട്ടും എത്തിയില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. പനിയെ തുടർന്നാണ് 52കാരി ആൻസിയെ വെള്ളറടയിലെ ദേവി ആശുപത്രിയിൽ എത്തിച്ചത്. നില വഷളായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഓക്സിജൻ സൗകര്യമുള്ള 108 പോലുള്ള ആംബുലൻസിൽ വേണം രോഗിയെ കൊണ്ടുപോകാനെന്നും ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു. 108 ആംബുലൻസിനായി ബന്ധപ്പെട്ടുവെങ്കിലും ലഭ്യമായില്ല. ആൻസിയെ വെള്ളറട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനായിരുന്നു നിർദ്ദേശം. ഇവിടെയും ആശുപത്രി ജീവനക്കാരടക്കം 108 ആംബുലൻസ് സേവനത്തിനായി ശ്രമിച്ചെങ്കിലും സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ പേരിൽ ആംബുലൻസ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന അറിയിപ്പ് ലഭിച്ചു. വെള്ളറട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെയും പാറശാലയിലെയും 108 ആംബുലൻസുകൾ കുരിശുമല തീർത്ഥാടന ഡ്യൂട്ടിക്കായി മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിലധികം നേരം ആംബുലൻസിനായി കാത്തു നിൽക്കേണ്ടി വന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഏതെങ്കിലും ഒരു 108 ഉണ്ടാവും, ഒരെണ്ണം വിട്ടുതരാൻ ഏതെങ്കിലും ഉണ്ടാവും, ഒരു മണിക്കൂറിനുള്ളിൽ അങ്ങനെ നിങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, എല്ലാ ആംബുലൻസും ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു. അവർ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. കോള് വെച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ചപ്പോഴും ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് രോഗിയെ മറ്റൊരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. കൃത്യസമയം സേവനം ലഭിച്ചിരുന്നുവെങ്കിൽ ആൻസിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോന്നി ആനക്കൂട് കാണാൻ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ 4 വയസ്സുകാരൻ കോൺക്രീറ്റ് തൂണ് വീണ് മരിച്ചു. പത്തനംതിട്ട കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി അറിയിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്കാണ് 4 വയസ്സുകാരൻ അഭിരാം മാതാപിതാക്കൾക്കൊപ്പം കോന്നി ആനക്കൂട്ടിലെത്തിയത്. ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂണിൽ പിടിച്ച് ഫോട്ടോ എടുക്കുന്നതിനിടെയായിരുന്നു തൂണ് മറിഞ്ഞു വീണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ കുട്ടിയെ രക്ഷിതാക്കളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടിയുടെ നില ഗുരുതരമായതിനാൽ പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നമുക്കറിയില്ല, അവനെങ്ങനെ പിടിച്ച് ഞങ്ങളതിനകത്ത് പിടിച്ചിട്ടില്ല. ഞങ്ങൾ ഇനി മാറി നിൽക്കുമായിരുന്നു. ഇല്ല, ഞാൻ ഒത്തിരി ദൂരെയാണ്. ഞാൻ അന്നേരം ആ കുഞ്ഞിൻ്റെ നല്ല അയ്യോ കുഞ്ഞെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നപ്പോഴാണ് ഞാൻ കയറി എടുത്തോണ്ട് അങ്ങനെ ഫസ്റ്റ് എഡിലോട്ട് ഓടിപ്പോയത്. അന്നേരം അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ആഴത്തിലുള്ള കോൺക്രീറ്റ് തൂണ് സ്ഥാപിച്ച സ്ഥലത്തെ മണ്ണ് മഴയത്ത് ഒലിച്ചു പോയതാണ് തൂണ് വീഴാൻ കാരണം. നിരവധി സഞ്ചാരികൾ എത്തുന്ന ആനക്കൂട്ടിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വനംവകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് 18 പത്തനംതിട്ട. വനംവകുപ്പ് കുരിശ് പൊളിച്ചു മാറ്റിയ തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്തേക്ക് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പരിഹാര പ്രദക്ഷിണം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. കോതമംഗലം രൂപതയിൽപ്പെട്ട തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി
നരിങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാറ്റിയിരുന്നു. കാളിയാർ റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് അന്ന് നടപടിയെടുത്തത്. 40-ാം വെള്ളി ദിനത്തിലാണ് കുരിശ് സ്ഥാപിച്ചതും വെഞ്ചരിപ്പ് നടത്തിയതും. ഈ സ്ഥലത്തേക്കാണ് വിശ്വാസികൾ ഇന്ന് കുരിശിന്റെ വഴി നടത്തിയത്. സെന്റ് തോമസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി കുരിശ് സ്ഥാപിച്ച ഭൂമിയിൽ സമാപിച്ചു. കുരിശ് പൊളിച്ച പ്രദേശത്തേക്ക് കയറരുതെന്ന വിശ്വാസികളോട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും വിശ്വാസികൾ അതേ സ്ഥലത്തെത്തി പ്രാർത്ഥന നടത്തി. ചടങ്ങുകൾ പൂർത്തീകരിച്ചതിനു ശേഷമാണ് വിശ്വാസികൾ മടങ്ങിയത്. പ്രദേശം പൂർണ്ണമായും കൈവശ ഭൂമിയാണെന്നും പട്ടയം ലഭിക്കുവാനടക്കം അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും വനം വകുപ്പിന്റേത് അധാർമികമായ നടപടിയാണെന്നും വിശ്വാസികൾ പ്രതികരിച്ചു. ഈ പറയുന്ന തെങ്ങുകൾ നോക്കുക, ഈ കയ്യേല നോക്കുക, ഇതെല്ലാം ഈ നാട്ടിൽ കൈവശത്തിൽ ഭൂമിയാണ്. ആ ഭൂമി പള്ളിക്ക് എഴുതി കൊടുത്തതാണ് ഈ കുരിശ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും വനഭൂമിയല്ല. ഈ മരങ്ങൾ മുറിക്കാത്ത എന്താണെന്ന് വെച്ചാൽ വനഭൂമി കൈവശ ഭൂമി ആയതുകൊണ്ട് വനം വകുപ്പ് സമ്മതിക്കാത്ത മാത്രമാണ് മരങ്ങൾ മുറിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ട ഭൂമിയാണ് ഞങ്ങൾ പള്ളിക്ക് കൊടുത്തതും ഈ കുരിശ് വെച്ചത്. ഇത് തികച്ചും അധാർമികമായിട്ടുള്ള നടപടിയാണ് വനം വകുപ്പ്. പൊളിച്ചു നീക്കിയ കുരിശ് അതേ സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. കുരിശ് ഇവിടെ സ്ഥാപിക്കണം. ഞാൻ പറഞ്ഞത് പട്ടയമില്ലാത്ത സ്ഥലമെല്ലാം വനംവകുപ്പിൻ്റെതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. 77-ന് മുൻപ് കുടിയേറിയവരാണ് ഇവിടെയുള്ളതിൽ മഹാഭൂരിപക്ഷവും. അവർക്ക് നിബന്ധന പ്രകാരം നിയമപ്രകാരം പട്ടയം കൊടുക്കേണ്ടതായിരുന്നു. കുരിശ് സ്ഥാപിച്ച സ്ഥലം വനഭൂമിയിൽ ഉൾപ്പെട്ട പ്രദേശമാണെന്ന അവകാശവാദം ഉന്നയിച്ചായിരുന്നു കുരിശ് പൊളിച്ചു നീക്കിയത്. ന്യൂസ് 18 ഇടുക്കി. ദുഃഖവെള്ളി ദിനത്തിൽ ഹൈറേഞ്ചിലെ വിവിധ ദേവാലയങ്ങളിൽ വിശ്വാസികൾ കുരിശുമല കയറ്റം നടത്തി. ഇടുക്കി ആലമ്പള്ളി സെന്റ് ഡൊമിനിക് ഇടവകയിലെ വിശ്വാസികൾ പീഡാനുഭവ സ്മരണ പുതുക്കി കുരിശുമല കയറി. കരക്കാർ തമ്മിലുള്ള കുടിപ്പക തീർക്കാൻ വിഷുദിനത്തിൽ ചേരി തിരിഞ്ഞേറ്റുമുട്ടി വിദ്യാർത്ഥികൾ. അമ്പലപ്പുഴയിലാണ് സംഭവമുണ്ടായത്. കുടിപ്പക അടിച്ചു തീർക്കാൻ നിർദ്ദേശം നൽകിയതും ഏറ്റുമുട്ടാൻ സാഹചര്യമൊരുക്കിയതും മുതിർന്നവരാണെന്നാണ് റിപ്പോർട്ട്. പായൽക്കുളങ്ങര ക്ഷേത്രോത്സവത്തിലെ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് ഈ കൂട്ടത്തല്ല്. വളപ്പ് കാപ്പാക്കരകളിലെ കുട്ടികളാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ 12 കുട്ടികൾക്ക് പരിക്കേറ്റു. ഒരു കുട്ടിയുടെ മൂക്ക് തകർന്നു. എന്നാൽ പരാതിയില്ലാത്തതിനാൽ കേസെടുത്തില്ലെന്ന് അമ്പലപ്പുഴ പോലീസിന്റെ വിശദീകരണം. പോത്തൻകോട് യുവാക്കൾക്ക് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. കാട്ടായിക്കോണം സ്വദേശികളും സഹോദരങ്ങളുമായ രതീഷ്, രജനീഷ് എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത്. രതീഷിനെ ആക്രമി സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു. പ്രദേശത്ത് കഞ്ചാവ് വിൽക്കുന്ന വിവരം പോലീസിൽ അറിയിച്ചതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. പ്രതികൾക്ക് വേണ്ടി പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചിയിൽ വൻ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവാണ് പിടിച്ചത്. ഒഡീഷക്കാരനായ ദുര്യോധന മാലിക്, കുണ്ടന്നൂർ സ്വദേശി സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കേരളത്തിൽ വിപണനത്തിനെത്തിച്ചതാണ് കഞ്ചാവെന്ന് പോലീസ് അറിയിച്ചു. മലപ്പുറം അരീക്കോട് 1 കിലോ കഞ്ചാവും കഞ്ചാവ് ചെടികളുമായി അസാം സ്വദേശി പിടിയിൽ. അസാം നാഗോൺ സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് പിടിയിലായത്. കാവനൂരിലെ വാടക വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇവിടെ ബക്കറ്റുകളിലാക്കി 2 കഞ്ചാവ് ചെടികൾ ഇയാൾ നട്ടുവളർത്തിയിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കാസർഗോഡ് പെരുമ്പള പാലത്തിന് മുകളിൽ നിന്നും ചന്ദ്രഗിരി പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചെങ്കള പടിഞ്ഞാറുമൂല ബാഫക്കി നഗറിലെ KM ഷെരീഫാണ് ഇന്നലെ രാവിലെ പുഴയിലേക്ക് ചാടിയത്. പെരുമ്പള പാലത്തിന് സമീപത്ത് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഷെരീഫിന്റെ സ്കൂട്ടറും ചെരുപ്പും പാലത്തിന് മുകളിൽ കാണപ്പെട്ടത്. ഇതോടെയാണ് ഷെരീഫ് പുഴയിലേക്ക് ചാടിയിരിക്കാമെന്ന സംശയമുയർന്നത്. വിവരമറിഞ്ഞ് നാട്ടുകാരും സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും തെരച്ചിൽ ആരംഭിച്ചു. പെരുമ്പള പാലത്തിന് സമീപത്തായി പുഴയിൽ നിന്നും 9:30 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട റാന്നിയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കാർ യാത്രികനായ റാന്നി വയലത്തല സ്വദേശി ഫിലിപ്പാണ് മരിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ചെല്ലക്കാട്ട് വെച്ചാണ് അപകടമുണ്ടായത്. കുമളിയിലേക്ക് പോയ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻഭാഗവും കാർ പൂർണ്ണമായും തകർന്നു.
ഇടുക്കി കൊന്നത്തടി നോർത്ത് കൊമ്പടിഞ്ഞാലിൽ മിനി ബസ് മറിഞ്ഞ അപകടം 9 പേർക്ക് പരിക്കേറ്റു. 21 യാത്രക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്നെത്തിയ സഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് പഞ്ചായത്ത് വിതരണം ചെയ്ത തിരിച്ചറിയൽ കാർഡിൽ ഗുരുതര പിഴവ്. കാർഡിനൊപ്പമുള്ള ടാഗിൽ കിളിമാനൂർ പോലീസ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 257 ഓട്ടോ തൊഴിലാളികൾക്കാണ് പോലീസ് എന്നെഴുതിയ ടാഗ് നൽകിയിരിക്കുന്നത്. ഓട്ടോ തൊഴിലാളികൾക്ക് പഴയകുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് നൽകിയ തിരിച്ചറിയൽ കാർഡിലാണ് ഗുരുതര പിഴവ്. കിളിമാനൂർ പോലീസ് എന്ന പ്രിന്റ് ചെയ്ത ടാഗിലാണ് തിരിച്ചറിയൽ കാർഡുകൾ നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം പഴയകുന്നുമ്മൽ പഞ്ചായത്തെന്നും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് തല ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പഞ്ചായത്തും കിളിമാനൂർ പോലീസും സംയുക്തമായാണ് തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തിയത്. കേരള പോലീസ് എന്ന ടാഗ് പുറത്ത് പ്രിന്റ് ചെയ്യരുതെന്ന കർശന നിർദ്ദേശമുള്ളപ്പോഴാണ് കിളിമാനൂർ പോലീസ് എന്ന ടാഗുമായി ഓട്ടോ തൊഴിലാളികൾ നാട് ചുറ്റുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ടയിലെ സുബല പാർക്ക് കാട് കയറി. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് നശിച്ചത്. ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങളും കെട്ടിടവും കാട് കയറി നശിക്കുകയാണ്. 30 വർഷം മുമ്പ് പത്തനംതിട്ടയിൽ സ്ഥാപിച്ച സുബല പാർക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. പട്ടിക വിഭാഗത്തിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനാണ് പദ്ധതി നടപ്പാക്കിയത്. പിന്നീടുള്ള സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അവഗണനയാണ് പാർക്കിന്റെ നാശത്തിന് കാരണം. പരാതി വ്യാപകമായതോടെ നവീകരണത്തിനായി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് കൈമാറിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. സുബല പാർക്ക് 1995 ശ്രീമതി വത്സലകുമാരി ഇവിടുത്തെ ജില്ലാ കളക്ടറായിരിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ ദീർഘവീക്ഷണത്തോട് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി തുടർന്ന് വന്നിട്ടുള്ള കളക്ടർമാരോ ജനപ്രതിനിധികളോ മറ്റ് ബന്ധപ്പെട്ട വകുപ്പോ ഒന്നും അതിനോട് ഉത്തരവാദിത്തം കാണിക്കാതിരുന്നതിന് കാരണം ആ 5.5 ഏക്കർ സ്ഥലത്ത് ആ ബിൽഡിങ്ങും കുളവും ഒക്കെ ഇന്നും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ കിടക്കണം. കാര്യം പത്തനംതിട്ട ആസ്ഥാനത്തെ സംബന്ധിക്കുന്നത് നമുക്കറിയാം, വിനോദത്തിനും വിചാരത്തിനും യാതൊരു വിധമായ ഇടങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. പാർക്കിനുള്ളിലെ കുളത്തിന്റെ നവീകരണത്തിനായി പത്തനംതിട്ട നഗരസഭ ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതും പൂർത്തിയാക്കാനായില്ല. പട്ടികജാതി വനിതകൾക്കുള്ള തൊഴിൽ സംരംഭം എന്നതിന് പുറമെ കൺവെൻഷൻ സെന്റർ, കഫറ്റീരിയ, ബോട്ടിംഗ്, എക്സിബിഷൻ സ്പേസ്, ഷട്ടിൽ കോർട്ട്, തിയേറ്റർ തുടങ്ങി വിപുലമായ സൗകര്യങ്ങളാണ് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ അധികൃതരുടെ അനാസ്ഥയിൽ സുബല പാർക്കും പരിസര പ്രദേശങ്ങളും ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കായംകുളത്തെ ഭീതിയിലാക്കിയ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നു. ധാരാളം വീടുകളുള്ള പെരുങ്ങാലയിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു കാട്ടുപന്നി. വെണിക്കുളത്ത് നിന്നും ഷൂട്ടർ എത്തി രാത്രി 10:30യോടെയാണ് കാട്ടുപന്നിയെ വെടിവെച്ചത്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് കെട്ടുപുര പ്രദേശത്ത് പുരയിടങ്ങളിലും വീടുകളിലേക്കുമുള്ള വഴികളിലും വെള്ളം കയറി. 5ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിലേക്കുള്ള വഴികളിലാണ് വെള്ളം കയറിയത്. പൊഴി മൂടിയതിനാൽ സാഹചര്യത്തിൽ കൂടുതൽ മഴ പെയ്താൽ വീടുകളിലേക്ക് ഇനിയും വെള്ളം കയറുമെന്ന ആശങ്ക പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. അവധിക്കാലമായതോടെ തേക്കടി പുഷ്പമേളയ്ക്ക് തിരക്കേറി. കുമളി പഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും ചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 20-ന് പുഷ്പമേള സമാപിക്കും. തേക്കടിയിലെത്തുന്നവരെ വരവേൽക്കുകയാണ് പൂക്കാലം. 200-ലേറെ ഇനങ്ങളിലായി 1 ലക്ഷത്തിലധികം പൂച്ചെടികൾ. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നിരാശരായി മടങ്ങേണ്ടി വരില്ല. കല്ലറക്കൽ ഗ്രൗണ്ടിലാണ് പുഷ്പമേള. ആയിരക്കണക്കിന് കാണികളാണ് മേള ആസ്വദിക്കാൻ ഇതുവരെ എത്തിയത്. മണ്ണാറത്തറയിൽ ഗാർഡൻസും കുമളിയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനയിലെ ജനങ്ങളും ചേർന്ന് നടത്തുന്ന 17ാമത് തേക്കടി പുഷ്പമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ 15,000-ത്തിലധികം ആൾക്കാർ ഈ മേള കണ്ടു കഴിഞ്ഞു. അതുപോലെ ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 30,000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് 200 വെറൈറ്റികൾ 1 ലക്ഷത്തിലോളം ചെടികളാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. പുഷ്പമേളയിൽ പുഷ്പാലങ്കാര മത്സരം, സൗന്ദര്യ മത്സരം, പാചക മത്സരം, ക്വിസ്, പെയിന്റിംഗ് മത്സരം എന്നിവയും ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടികളുമുണ്ട്. കുട്ടികൾക്കായി അമ്യൂസ്മെന്റ് പാർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. വയോജനങ്ങളെ ഒരു ദിവസം പഞ്ചായത്തിന്റെ 20 വാർഡുകളിൽ നിന്നും വയോജനങ്ങളെ വിളിച്ച് ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന്
അവർക്ക് വേണ്ടിയുള്ള വിനോദ വിജ്ഞാന പരിപാടികൾ നടത്തും. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കത്തക്ക രീതിയിൽ ചില കലാപരിപാടികൾ നടത്തും. അവർക്ക് ഒരു ഒറ്റയ്ക്കല്ല, വയോജനങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അവയർനെസ്, ഒരു മോട്ടിവേഷൻ ക്ലാസ് അവർക്ക് വേണ്ടി കൊടുക്കും. വിശാലമായ നടപ്പാതയും ഏത് സ്റ്റാളിൽ നിന്നാലും കലാപരിപാടികൾ ഉൾപ്പെടെ എല്ലാം കാണാൻ കഴിയുന്നു എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഷീ ലോഡ്ജ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 1.25 കോടിയോളം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലേക്ക് എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കാനാണ് ഷീ ലോഡ്ജ് സ്ഥാപിക്കുന്നത്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2ാം മൈലിലാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത്. പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. സുരക്ഷിത താമസത്തിനൊപ്പം തദ്ദേശീയരായ സ്ത്രീകൾക്ക് തൊഴിലവസരം ഇതിലൂടെ സൃഷ്ടിക്കാനാകും. 7 മുറികളും ഡോർമെട്രിയും അടങ്ങുന്നതാണ് ഷീ ലോഡ്ജ്. 7 ബെഡ്റൂം, 16 പേർക്ക് താമസിക്കാവുന്ന ഡോർമെട്രി സൗകര്യം, അങ്ങനെ എല്ലാവിധ ആധുനിക കാലത്തെ റിസോർട്ടുകൾക്ക് സമാനമായ നിലയിൽ തന്നെയാണ് ഷീ ലോഡ്ജും പൂർത്തീകരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 1.25 കോടി രൂപയോളം അതിൻ്റെ നിർമ്മാണത്തിന് ചിലവാകും. മെയ് മാസത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഷീ ലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ. 2 വർഷം മുൻപാണ് പള്ളിവാസൽ പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഡോർമെട്രിയിൽ മാത്രം 30-ലധികം ആളുകൾക്ക് താമസ സൗകര്യമൊരുക്കും. 1.25 കോടിയോളം രൂപ ചെലവിട്ടാണ് നിർമ്മാണം. ന്യൂസ് 18 മൂന്നാർ. വാട്ടർ ATM പദ്ധതിയുമായി മലപ്പുറം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനം AP അനിൽകുമാർ MLA നിർവഹിച്ചു. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സ്ഥാപിച്ചത്. വേനലിൽ ഇനി ദാഹിച്ചു വലയേണ്ട, വലിയ വില നൽകി കുടിവെള്ളം വാങ്ങുകയും വേണ്ട. വണ്ടൂരിൽ വാട്ടർ ATM സജ്ജമാക്കിയിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കുടിവെള്ളം കിട്ടാൻ വലിയ തുക മുടക്കേണ്ട സ്ഥിതി കണക്കിലെടുത്താണ് പഞ്ചായത്തിന്റെ പദ്ധതി. ചെറുകോടും തിരുവാലിയിലുമാണ് ആദ്യഘട്ടത്തിൽ വാട്ടർ ATM സ്ഥാപിച്ചത്. സൗജന്യമായാണ് വെള്ളം നൽകുന്നത്. വഴിയാത്രക്കാർക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമെല്ലാം ആശ്വാസകരമാണ് ഈ പദ്ധതി. സാധാരണക്കാരന് ഏത് സമയം ചൂടുവെള്ളമാണെങ്കിലും തണുത്ത വെള്ളമാണെങ്കിലും ലഭിക്കത്തക്ക രീതിയിൽ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന്, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ, അതുപോലെ പ്രിയപ്പെട്ട ശ്രീ NA മുബാറക്ക് ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ഞാൻ അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ വാട്ടർ ATM ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. 10 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കിയത്. 24 മണിക്കൂറും ശുദ്ധീകരിച്ച തണുത്തതും ചൂടായതുമായ വെള്ളമാണ് വാട്ടർ ATMകളിലൂടെ നൽകുന്നത്. 2ാം ഘട്ടത്തിൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിൽ കുടുംബശ്രീ വ്യവസായ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ജില്ലാ കളക്ടർ G. പ്രിയങ്ക ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളുടെ സ്വയം തൊഴിൽ ശാക്തീകരണമാണ് ലക്ഷ്യം. ടൈലറിംഗ് യൂണിറ്റ്, തുണിക്കച്ചവടം, റവ, സേമിയ, പായസം മിക്സ്, അവിൽ മിൽക്ക് മിക്സ് തുടങ്ങി കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വിവിധ തരം ഉൽപ്പന്നങ്ങളാവും വ്യവസായ കേന്ദ്രത്തിൽ വിൽപ്പന നടത്തുക. ഇതോടെ നഗരസഭയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഉയർന്ന നിലവാരത്തോടെ കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നഗരസഭയ്ക്ക് സാധിക്കും. കാഞ്ഞിരപ്പാടത്ത് ചാമുണ്ണി രാധാമണി ദമ്പതികൾ സൗജന്യമായി നഗരസഭയ്ക്ക് വിട്ടുനൽകിയ 7 സെന്റ് സ്ഥലത്താണ് കുടുംബശ്രീ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. പണി പൂർത്തീകരിച്ച കുടുംബശ്രീ വ്യവസായി കേന്ദ്രം നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ G. പ്രിയങ്ക IAS ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്ഥലം സൗജന്യമായി നൽകിയ ചാമുണ്ണി രാധാമണി ദമ്പതികളെ ജില്ലാ കളക്ടർ ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ ശ്രീമതി പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷർ, നഗരസഭാ കൗൺസിലർമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. കർഷകരിൽ നിന്ന് വിളകൾ ശേഖരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ഒരുമ കൃഷിക്കൂട്ടം. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വിലയും വീട്ടമ്മമാർക്ക് വരുമാനവും ഉറപ്പുവരുത്തുന്നതാണ് ഇവരുടെ പ്രവർത്തനം. 7 സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഒരുമ കൃഷിക്കൂട്ടം. കർഷകരിൽ നിന്നും ചക്ക, നേന്ത്രക്കായ, ചീര, മുരിങ്ങയില, പഴവർഗ്ഗങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, ഇഞ്ചി തുടങ്ങിയവ ഇവർ നേരിട്ട് ശേഖരിക്കും. ഇവയിൽ നിന്ന് വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുകയാണിവർ. ഒരുമ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, ഇഞ്ചി തുടങ്ങിയ അച്ചാറുകൾക്ക് പുറമെ
ചക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്ക്വാഷ്, കറി പൗഡർ, ചപ്പാത്തിപ്പൊടി എന്നിവയും കിട്ടും. മുരിങ്ങയില, കുടങ്ങൽ, ചങ്ങലൻ പരണ്ട എന്നീ ഇലകളിൽ നിന്നുള്ള ദോശപ്പൊടിയും വിവിധ തരം കറിക്കൂട്ടുകളും, പാളയംകോടൻ പഴം കൊണ്ടുള്ള സ്ക്വാഷും വിവിധ തരം ഉപ്പേരികളും വറ്റലുകളും ഒക്കെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലിരുന്ന് എല്ലാ പേരും കൂടെ ആലോചിച്ചിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളെല്ലാം കർഷകരിൽ നിന്ന് വാങ്ങി കൃഷി ഓഫീസ് വഴി ഇത് അന്വേഷിച്ച് സാധനങ്ങൾ കൃഷി ഓഫീസർ തന്നെയാണ് ഇതിനെല്ലാം സപ്പോർട്ട് നമുക്ക് ചെയ്തു തന്നത്. അങ്ങനെ ഈ സാധനങ്ങൾ വാങ്ങി നമ്മളതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി എല്ലാ സ്ഥലങ്ങളിലും വിപണനം ചെയ്ത് ഞങ്ങളുടെ ആ സംരംഭത്തിന് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവരണുണ്ട്. ഇതിൽ നമ്മൾ വേറെ മായമൊന്നും ചേർക്കുന്നില്ല. കാർഷിക മേളകൾ നടക്കുന്ന സ്റ്റാളുകൾ, പ്രാദേശിക കടകൾ എന്നിവയ്ക്ക് പുറമെ ഓൺലൈനായും ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്നു. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ പരിഹാരമായി ആരംഭിച്ച കൂട്ടായ്മയാണ് വിജയം കണ്ടത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ വിലയും വീട്ടമ്മമാർക്ക് ഒരു വരുമാനവും ഉറപ്പാക്കുകയാണ് ഒരുമ കൃഷിക്കൂട്ടം. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല ദർശനം നടത്തി തമിഴ് ചലച്ചിത്ര താരങ്ങളായ കാർത്തിയും രവി മോഹനും. ഹരിവരാസന സമയത്താണ് ഇരുവരും 18ാം പടി ചവിട്ടിയത്. സുഹൃത്തുക്കൾക്കൊപ്പമാണ് താരങ്ങൾ ശബരിമലയിലെത്തിയത്. കായംകുളം എരുവയിൽ കുസൃതി കൊട്ടാരം അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. ഏപ്രിൽ 20 വരെയാണ് നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലുള്ള ക്യാമ്പ് നടക്കുക. ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചതോടെ കളിയിലും ചിരിയിലും ചിന്തയിലും ലഹരി കണ്ടെത്താം എന്ന പ്രമേയം ഉയർത്തിയാണ് ഇത്തവണ കുസൃതി കൊട്ടാരം സംഘടിപ്പിച്ചിരിക്കുന്നത്. രസഗുള, ഉണർവ് നേരം, നാടൻപാട്ട് ശില്പശാല, കുടുംബസംഗമം തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം ലഭിച്ചവർ ക്ലാസുകൾ നൽകും. നളന്ദ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി സദാശിവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് കോർഡിനേറ്റർ പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു. കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഒരു ശരീരം ഒരു ഫാക്ടറി പോലെ വർക്ക് ചെയ്യാണ്. ഈ ശരീരത്തോടാണ് നമുക്ക് ഏറ്റവും സ്നേഹം വേണ്ടത്. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ മദ്യത്തിന്റെ പുറകെ പോവോ? ആർക്കെങ്കിലും മദ്യം കഴിച്ചിട്ട് സ്വന്തം ലിവർ അടിച്ച് കളയണമെന്ന് തോന്നുവോ? ലിവറിലേക്ക് ഇങ്ങനെ ചെന്നിട്ട് ഒരു കുളിർമഴയല്ല പെയ്യുന്നത്, അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അടിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി കിടക്കാന്നൊക്കെ തോന്നും അല്ലേ? പിന്നെ ചിലയിടത്തിരുന്ന് ചില കഞ്ചാവ് കള്ളന്മാരും മദ്യക്കാരും മയക്കുമരുന്നുകാരും നിങ്ങളെ വിളിക്കും. പോവരുത്. കാരണം അവർക്ക് പൈസ ഉണ്ടാക്കാനല്ല, നിങ്ങളുടെ കുടുംബം നശിപ്പിച്ച് അവർ പൈസ ഉണ്ടാക്കും. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ളൊരു വീര്യം ഉണ്ടാവാനായിട്ടും ശക്തി ഉണ്ടാവാനായിട്ടും ഈ ഒരു കുഞ്ഞു ജീവിതം നമുക്ക് കിട്ടിയത് ഭാഗ്യമാണെന്നും ഒരുപാട് ഇന്റേണൽ ഓർഗൻസ് ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നതെന്നും ഒക്കെ ചിന്തിച്ചാൽ അത്രയുള്ളൂ മനുഷ്യൻ. മാവേലിക്കര ബിജു, പാർത്ഥസാരഥി വർമ്മ, അനിൽ ജ്വാല, വൈ ഷാനവാസ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിക്കും. കാവ്യസല്ലാപം, ആടാം പാടാം ആടിപ്പാടാം എന്നീ വിഷയങ്ങളിൽ മുട്ടം CR ആചാര്യ, സുലൈഖ ബീഗം എന്നിവർ ക്ലാസുകൾ എടുത്തു. മോതിരത്തിനു കല്ലുവെച്ച നുണ പറയാം കേൾക്കണോ കൂട്ടുകാരെ, എന്റെ കൂട്ടുകാരെ, കൂട്ടുകാരെ, നല്ല കൂട്ടുകാരെ. തുടർന്നുള്ള ദിനങ്ങളിൽ കളിയിൽ അല്പം കാര്യം, വരയിലൂടെ പഠിക്കാം, രസഗുള, ഉണർവ് നേരം, നാടൻപാട്ട് ശില്പശാല എന്നിങ്ങനെ വിവിധ സെക്ഷനുകൾ നടക്കും. ക്യാമ്പിന്റെ സമാപന സമ്മേളനം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L ഉഷ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കായംകുളം. കായംകുളം നഗരസഭയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങുന്ന പദ്ധതിയിൽ അഴിമതിയെന്ന് ആരോപണം. വെള്ളക്കെട്ട് പ്രദേശം ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാണ് നീക്കം. ഒരു സന്നദ്ധ സംഘടന സൗജന്യമായി ഭൂമി നൽകാമെന്ന് അറിയിച്ചെങ്കിലും നഗരസഭ അവഗണിച്ചെന്നും പരാതിയിലുണ്ട്. നഗരത്തിലെ അതിദരിദ്ര പട്ടികയിൽ ഇടം പിടിച്ച 28 കുടുംബങ്ങൾക്ക് 5 സെന്റ് വസ്തു നൽകുന്ന പദ്ധതിക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ യഥാസമയം നടപടി സ്വീകരിക്കുന്നതിൽ ഭരണ നേതൃത്വം വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വിഷയം വിവാദമാകുമെന്ന് കണ്ടതോടെയാണ് സ്വന്തം ഫണ്ടുപയോഗിച്ച് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത്. ധനകാര്യ സമിതിയുടേത് അടക്കം അംഗീകാരം വാങ്ങാതെയുള്ള നീക്കം ചട്ടവിരുദ്ധമെന്നാണ് UDF പാർലമെന്ററി പാർട്ടി പറയുന്നത്. വെള്ളം കയറുന്ന ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. 2.5 സെന്റ് സ്ഥലം വീതം നൽകാനാണ് ലക്ഷ്യമിടുന്നത്.
5 സെന്റ് സ്ഥലം വീതം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 5 സെന്റ് വീതമാണ് വാഗ്ദാനം ചെയ്തത്. വീഴ്ചയുണ്ടായതിൽ ഭരണകർത്താക്കൾ മാപ്പ് പറയണമെന്നും ആവശ്യമുണ്ട്. ഉപയോഗയോഗ്യമായ ഭൂമി നൽകിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, കൗൺസിലർമാരായ K പുഷ്പദാസ്, അൻസാരി കൊയ്ക്കലേത്ത്, ബിജു നസറുള്ള, സുമിത്രൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് 18 കായംകുളം. വല്ലപ്പുഴയിലെ കർഷകർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വേനൽക്കാല സംരക്ഷണ കിറ്റ് നൽകി. ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കർഷകർക്കും തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും വേനലിൽ ആരോഗ്യത്തിന് കൈത്താങ്ങായാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ വേനൽക്കാല സംരക്ഷണ കിറ്റ് നൽകിയത്. ചർമ്മ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ, വേനൽക്കാല പാനീയം, ശരീരത്തിന് ചൂട് കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് കിറ്റ് നൽകിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രതിഭ സുദീപ് അധ്യക്ഷത വഹിച്ചു. 100ഓളം കർഷകരും 200ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി.